ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെന്റ് എടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇഞ്ച് അളവിലാണ് കേട്ടോ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അളവെടുക്കുന്ന ടൈമിൽ ആദ്യം നമ്മൾ ഷോൾഡറിൽ നിന്നാണ് കേട്ടോ അളവെടുക്കുന്നത് തുടങ്ങുന്നത്. അപ്പൊ ഈ ഷോൾഡറിന്റെ അളവെടുക്കുമ്പോൾ ഈ ഷോൾഡർ ഇങ്ങോട്ട് കിഴിഞ്ഞു പോന്നു കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല ഡ്രസ്സ് കാണാൻ. അപ്പൊ ഈ ഷോൾഡറിന്റെ അളവ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ നോക്കിയാൽ നമ്മുടെ ഈ ഒരു കൈക്കുഴി വരുന്നുണ്ടല്ലോ, ഈ ഒരു കൈക്കുഴിയുടെ ഈ ഒരു നേരെ കറക്റ്റ് മുകളിലായിട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഷോൾഡറിന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയാണ് വരുന്നത് കേട്ടോ. അതായത് ഈ ഒരു കൈക്കുഴി വരുന്നുണ്ടല്ലോ, ഈ കൈക്കുഴിന്റെ നേരെ ഈ മുകളിലുള്ള ഈ ഒരു ഭാഗം. അപ്പൊ നമ്മൾ ഷോൾഡർ അളവെടുക്കുന്നത് എപ്പോഴും ബാക്കിലൂടെ ടാപ്പ് പിടിച്ചിട്ടാണ് ഷോൾഡർ അളവെടുക്കുക കേട്ടോ. ബാക്കിലൂടെ ടാപ്പ് പിടിച്ചിട്ടാണ് എടുക്കുന്നത്. എന്റെ ഈ ഒരു ഷോൾഡറിന്റെ ഇവിടുന്ന് ഇതുവരെയുള്ള ഒരു അളവ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ഇതേപോലെ അളവെടുക്കുക, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് അളവെടുക്കുക. എന്നിട്ട് നോക്കുക, ഇവിടെ 14 ഇഞ്ചാണ് എനിക്ക് ഷോൾഡറിന്റെ അളവ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ അടുത്തത് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചെസ്റ്റ് റൗണ്ട് നമ്മൾ ഇതേപോലെ അളവെടുക്കുക, അതായത് ബസ്റ്റ് സൈസിന്റെ മുകളിലൂടെയാണ് നമ്മൾ അളവെടുക്കുന്നത് കേട്ടോ. ഇവിടെ എനിക്ക് 34 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ വേസ്റ്റിന്റെ ഭാഗത്തും ഹിപ്പിന്റെ ഭാഗത്തൊക്കെ നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അളവെടുക്കരുത്, എന്നാൽ നന്നായിട്ട് ലൂസാക്കാനും പാടില്ല. നമ്മളിങ്ങനെ അളവെടുക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു വിരൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊള്ളാൻ തക്കം പാകത്തിലാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ 34 ഇഞ്ചാണ് അളവ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് റൗണ്ട്. അടുത്തത് നമ്മൾ അളവെടുക്കുന്നത് വേസ്റ്റ് റൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഈ വേസ്റ്റ് റൗണ്ട് അളവെടുക്കുമ്പോൾ ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ അളവെടുക്കുക. എനിക്കിവിടെ 30 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് കിട്ടുന്നത് കേട്ടോ. ഇതേപോലെ ഒരു വിരൽ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൊള്ളാൻ പാകത്തിൽ നമ്മൾ അളവെടുക്കുക. വല്ലാണ്ട് ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി ഷേപ്പ് കാണുന്നുണ്ടല്ലോ, അപ്പൊ ഈ ഒരു ബോഡി ഷേപ്പിന്റെ ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, ഈ കറക്റ്റ് ഈ ഒരു മടക്ക് വരുന്ന ഈ ഒരു ഭാഗം, ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് അളവെടുക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഈ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ അളവെടുക്കാം. എനിക്കിവിടെ ഒരു 14 ഇഞ്ചസ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 40 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഓരോ അളവിനനുസരിച്ചിട്ടുള്ള ബസ്റ്റ് സൈസും ഹിപ്പ് സൈസും ഷോൾഡറിന്റെ സൈസും ഒക്കെ അളവ് ഞാൻ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മെഷർമെന്റ് എടുക്കാവുന്നതാണ്. യോക്കിന്റെ ഒരു ലെങ്ത്, അതായത് നമ്മൾ ഇവിടെ ഇതുവരെയുള്ള ഒരു പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വേറെ പീസ് ജോയിൻ ചെയ്യുന്ന ആ ഒരു അങ്ങനത്തെ മോഡൽ ഡ്രസ്സൊക്കെയാണ് നമ്മൾ തയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യോക്കിന്റെ അളവെടുക്കണം. അപ്പൊ ആ യോക്കിന്റെ അളവെടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഷോൾഡറിന്റെ ലൈന് വരുന്നുണ്ടാവുമല്ലോ, നമ്മളപ്പോ ഒരു ഡ്രസ്സ് എന്തായാലും ധരിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു ഡ്രസ്സിന്റെ ഷോൾഡറിന്റെ ഈ ഒരു ലൈനിൽ നിന്ന് ഇതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കാം. ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 13 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു യോക്ക് വരുന്നത് ഇതൊരു 14 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം. ഈ കുറച്ച് മുകളിലേക്ക് വേണ്ടവർക്ക് 13 കൊടുക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ യോക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രില്ലിടുന്ന മോഡൽ ഡ്രസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതേപോലെ 8 ഇഞ്ചോ 9 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചൊക്കെ കൊടുത്താലായിരിക്കും ഭംഗി ഉണ്ടാവാം. അത് നമ്മൾ എത്രയാണോ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ അളവെടുത്ത് നോക്കുക. ഇതേപോലെ നമ്മൾ ഈ ഷോൾഡറിന്റെ ഈ ഒരു ലൈന് വരുമല്ലോ, ആ ഒരു ലൈനിൽ നിന്ന് ഇതേപോലെ നമുക്കിങ്ങനെ പിടിച്ചിട്ട് നോക്കട്ടോ. എനിക്കിവിടെ യോക്ക് വരുന്നത് 13 ആണ്. പിന്നെ നമ്മൾ യോക്കിന്റെ ഒക്കെ അളവെടുക്കുന്ന ടൈമിൽ ഇതേപോലെ ഈ സൈഡിൽ കൂടി എടുക്കരുത് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ യോക്ക് ലെങ്ത് എടുക്കുമ്പോ കണ്ടോ 12 ഇഞ്ചാണ് എനിക്ക് ഈ ഒരു യോക്കിന്റെ ഭാഗത്തേക്ക് വരുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റ് സൈസിന്റെ ആ ഒരു അളവും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ട് വരുമ്പോഴാണ് നമുക്ക് 13 ഇഞ്ച് കിട്ടുക. ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് 12 ഇഞ്ച് മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങോട്ട് കയറിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവട്ടോ യോക്ക്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അളവെടുക്കുമ്പോൾ ഇതേപോലെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം അളവെടുക്കാൻ. പിന്നെ അളവെടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഷോൾഡറിന്റെ ഈ അറ്റത്തു നിന്ന് ആയിരിക്കരുത് ഇങ്ങോട്ടുള്ള ലെങ്ത്തുകൾ എടുക്കുന്നത്. കാരണം ഇവിടേക്ക് വരുമ്പോൾ ഷോൾഡറിന് ചെറിയ സ്ലോപ്പ് വരും, കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും നിൽക്കുക. നമ്മൾ ഈ ഒരു കറക്റ്റ് ഇവിടുത്തെ ഈ ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ, നെക്ക് വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ലൈനിൽ നിന്ന് വേണം നമ്മൾ താഴേക്ക് ഉള്ള ലെങ്ത്തുകളൊക്കെ മെഷർമെന്റ് എടുക്കാൻ കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റ് ഉള്ള ആ ഒരു ഇറക്കം നമുക്ക് കിട്ടുള്ളൂ. അത് യോക്കിനാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക.
അടുത്തതായിട്ട് നമ്മൾ നെക്കിന്റെ ഒരു വിടുത്തും അതേപോലെ തന്നെ നെക്കിന്റെ ഇറക്കമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടേപ്പ് എടുത്തിട്ട് നെക്കിന്റെ വിടുത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഷോൾഡർ നമ്മൾ അളവെടുത്ത പോലെ തന്നെ കഴുത്തിന്റെ ബാക്കിലൂടെ നമ്മൾ ഇതേപോലെ ടേപ്പ് പിടിച്ചിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു വിടുത്ത് എത്രത്തോളം വേണം അതാണ് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്നത് കേട്ടോ, അളവെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ അളവെടുക്കുകയാണ്. കുറച്ച് വീതി കുറച്ച് വൈഡായിട്ട് നിൽക്കേണ്ട നെക്ക് വേണ്ടവർക്ക് അങ്ങനെ അളവെടുക്കാം. ഞാനിവിടെ അളവെടുത്തപ്പോ എനിക്കിവിടെ 7 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 7 ഇഞ്ചാണ് എനിക്ക് നെക്കിന്റെ വിടുത്ത് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ 7 ഇഞ്ച് കണക്കാക്കിയിട്ട് മെഷർമെന്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ തുണിയിൽ അടയാളപ്പെടുത്താൻ പറ്റൂല കേട്ടോ. കാരണം ഈ 7 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 6 ഇഞ്ച് അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. അതായത് 6 ഇഞ്ചിന്റെ പകുതി 3 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടാണല്ലോ അടയാളപ്പെടുത്തുക. അപ്പൊ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൽ കൂടി അത് മടക്കി തയ്ച്ചു വരുമ്പോ 1/2 ഇഞ്ച് ഈ സൈഡിലും 1/2 ഇഞ്ച് ഈ സൈഡിലും കൂട്ടിയിട്ട് മൊത്തത്തിൽ 7 ഇഞ്ചായി വരും നമ്മൾ തയ്ക്കൽ കഴിയുമ്പോ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മെഷർമെന്റ് എടുത്തിട്ട് അളവെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഇറക്കം നമ്മൾ എത്രയാണോ വേണ്ടത് അത് ഇതേപോലെ ഈ ഒരു ഷോൾഡറിന്റെ ലൈന് വരുമല്ലോ, ആ ലൈനിന്റെ ഇവിടെ കറക്റ്റ് ഇവിടെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ആക്കി പിടിച്ചിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത് കേട്ടോ. അപ്പോഴും നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവെടുക്കാം. ഇപ്പൊ ഒരു ഇത്രയൊക്കെ കഴുത്തിനൊക്കെ ഇറക്കം വേണ്ടവർക്ക് ഇതേപോലെ ടേപ്പ് ഒന്ന് ഇങ്ങനെ ഇതേപോലെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പൊ ഇത്ര ഇറക്കം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത്. ഇപ്പോ 5.5 ആണ്, അതായത് 5.5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു നെക്കാണ് ഇതാണ് കേട്ടോ നമ്മുടെ അളവ് വരുന്നത്, നെക്കിന്റെ അളവ്. പിന്നെ അതേപോലെ കുറച്ച് കയറിയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ബോട്ടിനൊക്കെ തയ്ക്കുന്നവർക്ക് 4 ഇഞ്ച് കൊടുക്കാം. നല്ല ഡീപ്പ് നെക്ക് വേണം എന്നുള്ളവർക്ക് 7 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം കേട്ടോ ഫ്രണ്ടില്. പിന്നെ അതേപോലെ നമ്മൾ കോളർ വെച്ചിട്ടുള്ള നെക്കാണ് തയ്ച്ചെടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ബാക്കിലേക്ക് നമ്മൾ നെക്കിന്റെ അളവ് 1 ഇഞ്ചിൽ കൂടാൻ പാടില്ല കേട്ടോ. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് അതാണ് നമ്മൾ ബാക്കിലേക്ക് ഇറക്കിയിട്ട് അളവെടുക്കുക. അപ്പൊ ബാക്കിലുള്ള നെക്കും നമ്മൾ അളവെടുക്കുമ്പോൾ ഇതേപോലെ ഞാനൊരു ഡമ്മിയിൽ കാണിച്ചു തരാണ്. ബാക്കിൽ അളവെടുക്കുമ്പോൾ ഇതേപോലെ ഈ ഒരു നെക്ക് ലൈന് വരുമല്ലോ, അല്ല ഷോൾഡറിന് ലൈന് വരുമല്ലോ, ആ ഷോൾഡറിന്റെ ആ ഒരു ലൈനിൽ നിന്ന് ഇതേപോലെ താഴോട്ടേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിങ്ങനെ അളവ് ഇവിടെ എടുത്ത് നോക്കാം കേട്ടോ. ഇതേപോലെ മടക്കി പിടിച്ചിട്ട് അളവെടുക്കാം. എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. ബാക്കിലാണെങ്കിലും അതേപോലെ ചെയ്യാം. പക്ഷെ കോളറിനൊക്കെ ചെയ്യുന്ന ടൈമിൽ 1 ഇഞ്ചിൽ കൂടാൻ പാടില്ല. കുറച്ച് ലൂസൊക്കെ വേണം എന്നുള്ളവർക്ക് നമുക്ക് 1 ഇഞ്ചോളം കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ 1/2 ഇഞ്ച്. പിന്നെ അതേപോലെ തന്നെ കോളറിനൊക്കെ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ അത് കട്ട് ചെയ്യുക റൗണ്ടില്. അപ്പൊ ആ കട്ട് ചെയ്ത് വരുമ്പോ കോളറിനൊക്കെ നമ്മൾ ഇവിടെ ഒരു 2 എല്ല് ഉണ്ടാവുമല്ലോ, നമ്മള് ആ ഒരു എല്ലിന്റെ ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ അളവെടുക്കേണ്ടത്. അതും ഇതേപോലെ നമ്മൾ ഷോൾഡറിന്റെ ഈ ഒരു ലൈനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതേപോലെ അളവെടുക്കുക. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ഒരു 3 ഇഞ്ചായിരിക്കും ഇവിടെ കിട്ടുക കേട്ടോ, അല്ലെങ്കിൽ ഒരു 3.5. 4-ൽ കൂടുതലൊന്നും താഴോട്ട് പോകരുത്. നല്ല തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് വരെയൊക്കെ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ല വണ്ണുള്ള കഴുത്തും ഒക്കെ വരുന്നവർക്ക് കേട്ടോ അങ്ങനെ കൊടുക്കാം. പിന്നെ അത് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെക്ക് കോളർ നെക്ക് ഇങ്ങനെ കോളർ ഇവിടെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ കോളറിന്റെ ആ ഒരു അടിഭാഗമാണ് ഇവിടെ വരിക, കോളറിന്റെ മുകൾ ഭാഗം പിന്നെ 1 ഇഞ്ചും കൂടി മുകളിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു എല്ലിന്റെ അതേ കണക്കിൽ ഇങ്ങനെ അളവെടുത്ത് കൊടുക്കുക കേട്ടോ നെക്കിനൊക്കെ അളവെടുക്കുന്ന ടൈമിൽ. പിന്നെ വീനൊക്കെ അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ആദ്യം ഇറക്കം എത്രയാണ് വേണ്ടത് അതൊന്ന് അടയാളപ്പെട്ട വീനൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് താഴ്ത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. നന്നായിട്ട് കയറി കഴിഞ്ഞാൽ വീനൊക്കെ കാണാൻ വലിയ രസം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതേപോലെ ഒരു 6.5 ഇഞ്ചോ ഒക്കെ അളവിൽ നമുക്ക് ഇതിന്റെ പോയിന്റ് വരാം. കാരണം ഇങ്ങനെയാണല്ലോ ഇത് വരിക, ഇങ്ങനെ ഒരു വീനൊക്കെ ആയിട്ടാണല്ലോ വരിക. അപ്പൊ ഇവിടെ ഒരു 6.5 ഇഞ്ചൊക്കെ നമുക്ക് ഇറക്കാൻ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അളവെടുക്കുന്ന ടൈമിൽ ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ചെരിച്ചിട്ട്, അതായത് ഇവിടെ നിന്ന് ചെരിച്ചിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് എത്ര ഉണ്ട്, അപ്പൊ ഒരു 7.5 ഇഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് 2 അളവ് എഴുതി വെക്കാം കേട്ടോ വീനക്ക് അളവെടുക്കുന്ന ടൈമില്. അപ്പൊ നെക്കിന്റെ കാര്യത്തില് ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് സ്ലീവ് ആണ് അളവെടുക്കേണ്ടത്. അപ്പൊ സ്ലീവ് അളവെടുക്കുന്ന ടൈമില് നമ്മൾ ഇതേപോലെ ഈ ഷോൾഡറിന്റെ ഈ ഒരു പോയിന്റ് വന്ന് നിൽക്കുമല്ലോ, അതായത് നേരത്തെ പറഞ്ഞല്ലോ ഈ കൈക്കുഴിയുടെ നേരെ ഇവിടെയാണ് ഷോൾഡറിന്റെ അളവ് വരുന്നത്. അപ്പൊ ആ ഷോൾഡറിന്റെ അളവ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് അളവെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ലെങ്ത് എടുക്കുകയാണെങ്കിൽ ക്യാപ് സ്ലീവ് എന്ന് പറയും. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹാഫ് സ്ലീവ് ആയിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു അളവിൽ, അതായത് കൈമുട്ടിന്റെ തൊട്ട് മീതായിട്ടുള്ള ആ ഒരു ലെങ്ത്, അങ്ങനെ ഒരു ലെങ്ത് ഉണ്ട്. അതേപോലെ ഇങ്ങനെ 3/4 ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അതെടുക്കാം. അതല്ല ബ്രേസ്ലെറ്റ് അളവിലാണെങ്കിൽ അങ്ങനെ. അതേപോലെ തന്നെ നല്ല ഫുൾ ലെങ്ത് വേണമെന്നുള്ളവർക്ക് ഫുൾ ലെങ്ത് ആയിട്ട് ഫുൾ സ്ലീവ് അങ്ങനെയും കൊടുക്കാം. പിന്നെ ആ ഒരു ലെങ്ത് നമ്മൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ അളവെടുക്കുക. പിന്നെ നമ്മൾ അളവെടുക്കുമ്പോൾ നല്ല നീളത്തിലുള്ള
കൈയാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഒരു അളവ് വണ്ണം, ഇവിടുത്തെ വണ്ണം എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള ഒരു വണ്ണം, അതേപോലെ തന്നെ കൈയിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തെ വണ്ണം, അതേപോലെ തന്നെ ഈ റിസ്റ്റിന്റെ ഇവിടെയുള്ള വണ്ണം, ഇങ്ങനെ ഒരു 4 അളവെങ്കിലും മിനിമം നമ്മൾ എടുക്കാൻ നോക്കണം കേട്ടോ. അത്രയെങ്കിലും അളവുകൾ നമ്മൾ വണ്ണം എടുത്തിട്ട് അളവ് എടുക്കണം, എങ്കിലേ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു കൈ കിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ ഇവിടെയും മാത്രം അളവെടുത്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ സ്ലീവ് ലെങ്ത് എടുക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അളവെടുക്കേണ്ടത് ഇതിന്റെ വണ്ണാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ സ്ലീവ് ഒക്കെയാണ് നമ്മൾ തയ്ക്കുന്നുണ്ടെങ്കിൽ, അതായത് നല്ല നീളത്തിലുള്ളതാണെങ്കിൽ 3-4 പാർട്ടാക്കിയിട്ട് ആ ഭാഗത്തുള്ള അളവുകളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അവിടെയൊക്കെ അളവുകൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളെ കൈയിന്റെ മുകളിലുള്ള അതേ അളവല്ലല്ലോ താഴെ ഉള്ളത്. പിന്നെ നമ്മൾ ഓരോ സ്ലീവിനെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ബാക്കി. കാരണം ചിലർക്ക് പഫ് സ്ലീവ് ആയിരിക്കും വേണ്ടത്, ചിലർക്ക് ബലൂൺ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ഒന്നും മെഷർമെന്റ് ഒരു ഏകദേശം മെഷർമെന്റ് മാത്രം നോക്കിയാൽ മതി. അതിൽ കൂടി കൂടുതലാക്കിയിട്ടേക്കാരം നമ്മൾ ഇവിടെ തയ്ക്കുക. ആ ഒരു മെഷർമെന്റ് തന്നെയാണ് താഴെ വരെ വരിക. പിന്നെ ചിലർ ഇവിടെ ഇലാസ്റ്റിക് ഇട്ടിട്ടായിരിക്കും തയ്ക്കുന്നുണ്ടാവുക. അപ്പോ കൈയിന്റെ താഴെ വശത്ത് ഇലാസ്റ്റിക് കൊടുക്കുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ ആ ഒരു അളവ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. അങ്ങനെ സ്ലീവ് പലതരത്തിലുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാൻ നമ്മൾ കറക്റ്റ് ഫിറ്റിലുള്ള ഒരു സ്ലീവാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മെഷർമെന്റ് എടുക്കുക വേണ്ടത്. ഈ ഒരു സ്ലീവിന് മെഷർമെന്റ് എടുക്കുന്ന ടൈമിലും ഇതേപോലെ നമ്മൾ അത്യാവശ്യം കറക്റ്റ് ആക്കിയിട്ട് പിടിക്കുക കേട്ടോ. അതായത് വല്ലാതെ ലൂസിലല്ല എന്നാ ടൈറ്റിലും അല്ല, അങ്ങനെ. എനിക്ക് ഇവിടെ ഒരു 11.5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അതേപോലെ അളവെടുക്കുക. നല്ല ലൂസാക്കണ്ട, നല്ല ടൈറ്റ് ആക്കും ചെയ്യണ്ട. ആ ഒരു രീതിയിലാണ് നമ്മൾ കയ്യിന് മെഷർമെന്റ് എടുക്കുമ്പോൾ എടുക്കുക കേട്ടോ. ഇതേപോലെ ഇവിടെ എനിക്കൊരു 9.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് പിടിച്ചിട്ട് എടുക്കുക. അങ്ങനെ അളവെടുക്കുക. പിന്നെ സ്ലീവിന്റെ അളവെടുക്കൽ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഏകദേശം ടോപ്പിന്റെ എല്ലാ ഭാഗവും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടോപ്പിന്റെ ലെങ്ത് ആണ് എടുക്കാനുള്ളത്. അപ്പൊ ആ ലെങ്ത് ഇതേപോലെ നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് അളവെടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഷോൾഡർ ചെരിഞ്ഞിട്ടാണല്ലോ കുറച്ച് നിൽക്കണ്ടാവുക. അപ്പൊ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കുറച്ച് താഴ്ന്നിട്ടായിരിക്കും. ഇനി ഇവിടുന്ന് ഇങ്ങനെ മെഷർമെന്റ് എടുക്കുമ്പോൾ ഈ ഒരു ബ്രസ്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ അളവെടുക്കുന്ന ടൈമിൽ ഈ ഒരു ഇങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും നമ്മൾ അളവ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ അളവെടുക്കുമ്പോൾ 1-2 ഇഞ്ച് കുറവായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ ഡ്രസ്സ് തയ്ച്ചിടുമ്പോൾ ഡ്രസ്സിന്റെ ഇറക്കം കുറയും. അപ്പോൾ യോക്കിന്റെ അളവെടുക്കുകയാണെങ്കിലും ഫുൾ ലെങ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഷോൾഡറിന്റെ ജോയിനിങ് തുടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ബ്രസ്റ്റിന്റെ മുകളിലൂടെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ കേട്ടോ. പിന്നെ ഇതേപോലെ താഴത്തേക്ക് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇറക്കം എടുക്കാം. കസ്റ്റമറിന്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഇറക്കം എടുത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ സ്വയമൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ പിടിക്കുക. അതായത് ഇതിന്റെ മുകളിലൂടെ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നീട് നമ്മൾ ഈ ബാക്കിയുള്ള അളവ് എത്രയാണോ അതെടുക്കുക. ഓരോ ഇറക്കത്തിനനുസരിച്ചിട്ട് ടോപ്പിന്റെ ഇറക്കം എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ ചുരിദാറിന്റെ സ്ലിറ്റ് ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഓപ്പൺ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അളവെടുക്കുമ്പോഴും ഇതേപോലെ ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബ്രസ്റ്റിന്റെ മുകളിലൂടെ ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ അളവെടുക്കുക കേട്ടോ. 20 അല്ലെങ്കിൽ 21 ഇഞ്ചായിരിക്കും ഒരു ഏകദേശം അളവ് എന്ന് പറയുന്നത് കേട്ടോ. 21 ഇഞ്ചിൽ താഴെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇറക്കമുള്ള ഓപ്പൺ ആയിരിക്കും. അപ്പൊ കാണാൻ വലിയ വൃത്തി ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം വയറുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വയറിങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പൊ ഒരു പൊക്കിളിന് ഏകദേശം ഒപ്പൊക്കെ ആയിട്ടുള്ള ഒരു അളവ് എടുക്കുക. 20 അല്ലെങ്കിൽ 21 ഇഞ്ചൊക്കെയാണ് ഏകദേശം ഒരു മീഡിയം സൈസ് ഉയരം ഉള്ളവർക്കുള്ള ഒരു അളവ് കേട്ടോ. പിന്നെ ഉയരം കൂടുതലും കുറവുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ട് ഇറക്കം കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ അളവെടുക്കുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക. അപ്പൊ ഇതേപോലെ ടാപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അവരോട് ചോദിക്കുക ഇത്ര ഇറക്കം മതിയോ അതോ ഇതിനേക്കാളും കൂടുതൽ ഇറക്കത്തിൽ കൊടുക്കണോ എന്നുള്ളത് നമ്മൾ ചോദിച്ചു നോക്കുക. എന്നിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ ടാപ്പ് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ എത്രയാണോ അളവ് കിട്ടുന്നത് ആ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളതാണെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പൊ ഏകദേശം ഞാൻ ടോപ്പിന്റെ മെഷർമെന്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് മെഷർമെന്റ് എടുക്കുന്നത് ഞാൻ പാന്റിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ പാന്റ് തയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് വേസ്റ്റ് റൗണ്ട് ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഇലാസ്റ്റിക്കിന്റെ അളവ് കണ്ടുപിടിക്കുന്നത് കേട്ടോ, വേസ്റ്റ് റൗണ്ടിൽ നിന്ന്. അപ്പോൾ കുറെ പേര് ഞാൻ ഇലാസ്റ്റിക് ഇങ്ങനെ വൃത്തിയായിട്ട് വെക്കാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക്കിന്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ ഇലാസ്റ്റിക്കിന്റെ അളവ് കണ്ടുപിടിക്കുന്നത് ഇതേപോലെ നമ്മൾ ടാപ്പ് ടൈറ്റ് ആക്കി പിടിക്കുക. ടൈറ്റ് എന്നാൽ കറക്റ്റ് മെഷർമെന്റ് എടുക്കുക. എനിക്ക് ഞാൻ ഇവിടെ കറക്റ്റ് മെഷർമെന്റ് എടുത്തപ്പോൾ എനിക്ക് 30 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ.
എന്റെ ഒരു വേസ്റ്റിന്റെ റൗണ്ട് 30 ഇഞ്ചാണ്. അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറക്കുക. അപ്പൊ 26 ഇഞ്ച് കിട്ടും. ഈ 26 ഇഞ്ചാണ് എന്റെ ഇലാസ്റ്റിക്കിന്റെ അളവ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ എന്ന് ഇങ്ങനെ കറക്റ്റ് മെഷർമെന്റ് പിടിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം ടൈറ്റ് ആക്കിയിട്ട് എടുക്കണം, നല്ല വലിക്കണ്ട. അത്യാവശ്യം ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുക. അപ്പൊ എനിക്ക് ഇവിടെ 30 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 4 ഇഞ്ച് കുറച്ചാൽ 26 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന്റെ അളവ് വരുന്നത് കേട്ടോ. അപ്പൊ അതാദ്യം നമ്മൾ അളവ് എടുക്കുക. പിന്നെ നമ്മൾ അളവെടുക്കുന്നത് ഹിപ്പ് റൗണ്ട് ആണ് കേട്ടോ. ഹിപ്പ് റൗണ്ട് എത്രയാണ് വരുന്നത് നോക്കാം. അപ്പൊ എനിക്ക് ഇവിടെ ഹിപ്പ് റൗണ്ട് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് 40 ഇഞ്ചാണ് കേട്ടോ. ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കൂടെ ആണ് കേട്ടോ നമ്മൾ അളവെടുക്കുന്നത്. ഇതിലൂടെ അളവെടുക്കുക. എനിക്ക് 40 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിൽ കൂടെ ഒക്കെ 4 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ അളവുകൾ എടുക്കുമ്പോൾ. അളവ് എടുത്തിട്ട് അതിൽ കണക്ക് എഴുതാൻ. അല്ലാതെ ഈ കറക്റ്റ് 40 ഇഞ്ചിൽ നമ്മൾ പാന്റ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ 4 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മെഷർമെന്റ് എഴുതാൻ കേട്ടോ. മെഷർമെന്റ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് ക്രോച്ചിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു വേസ്റ്റ് മുതൽ ഈ ഒരു ഹിപ്പിന്റെ ഈ ഒരു ഭാഗം വരെയുള്ള അളവാണ് ക്രോച്ചിന്റെ അളവ്. ഇതിൽ കൂടി 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് കൂട്ടി കൊടുക്കാം. 2 ഇഞ്ചാണ് ഒരു മീഡിയം എല്ലാവർക്കും കൂട്ടി കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 10ഉം എന്റെ വേസ്റ്റ് മുതൽ ഹിപ്പ് റൗണ്ട് വരെയുള്ള 11 കേട്ടോ. 11 ഇഞ്ചും അതിൽ കൂടി ഞാൻ 2 ഇഞ്ച് കൂട്ടുമ്പോ എനിക്ക് 13 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. 13 ഇഞ്ചാണ് എന്റെ ക്രോച്ച് എനിക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രോച്ച് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം ഈ ഒരു ഹിപ്പ് റൗണ്ട് കൂടുതലുള്ളവർക്ക്, അതായത് ബാക്ക് കുറച്ച് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്രോച്ചിന്റെ ലെങ്ത് ഒരു 2 ഇഞ്ച് മാത്രമല്ല അതിൽ കൂടി ഒരു 3-4 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പാന്റ് ഇട്ടിട്ട് നമ്മൾ ഇരിക്കുന്ന ടൈമിൽ ഇവിടെയുള്ള സ്റ്റിച്ചൊക്കെ ഒന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നല്ല കീറിപ്പോകും. ഇരിക്കുന്ന ടൈമിലായിരിക്കും അങ്ങനത്തെ പ്രശ്നം വരിക. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രോച്ചിന്റെ ലെങ്ത് കുറച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഹിപ്പ് സൈസ് ഒക്കെ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ബാക്കൊക്കെ അത്യാവശ്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ അളവെടുത്തിട്ട് അതിൽ കൂടി അത്യാവശ്യം കുറച്ച് ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് വരെയൊക്കെ കൂട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ പാന്റിന്റെ ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ക്രോച്ചിന്റെ അളവ് നോക്കാൻ അറിയാത്തവർക്ക് ഞാനിവിടെ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് ഹിപ്പ് സൈസ് എത്രയാണോ അവർക്ക് ഇത്ര അളവിലുള്ള ക്രോച്ച് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതിന്റെ ലെങ്ത് ആണ് കേട്ടോ. പാന്റിന്റെ ലെങ്ത് എത്രയാണോ എന്നുള്ളത് എടുക്കുക. അപ്പൊ ആ ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഈ പാന്റ് എവിടെയാണോ ഇടുന്നത്, അതായത് ചിലര് വേസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തായിരിക്കും ഇടുക, ചിലര് ഈ പൊക്കളിനൊപ്പമായിരിക്കും ഇടുക, ചിലര് കുറച്ച് താഴ്ത്തിയിട്ടായിരിക്കും പാന്റിന്റെ അരഭാഗം ഇടുന്നത്. അപ്പൊ അവർക്ക് കംഫർട്ട് എവിടെയാണോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇടുന്നത്, അതല്ലെങ്കിൽ വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ എവിടെയാണോ നമ്മൾ ഈ പാന്റിന്റെ അരഭാഗം ഇടാറുള്ളത് ആ ഒരു ഭാഗം പിടിച്ചിട്ട് അവിടുന്ന് നമ്മൾ താഴേക്ക് മെഷർമെന്റ് എടുക്കുക. പിന്നെ അവർക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് എടുത്തു കൊടുക്കുക. പാന്റിന്റെ ഇറക്കം എത്രയാണോ വേണ്ടത് ആ ഒരു ഇറക്കം നമുക്ക് ഇതേപോലെ ഇങ്ങനെ അളവെടുത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് നോക്കിയിട്ട് അളവ് എഴുതാം. എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തു കൊടുക്കുക. പിന്നെ ലൂസുള്ള പാന്റാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ വശത്ത് ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച്, അതായത് റൗണ്ട് അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ഇഞ്ച് താഴത്ത് അല്ലെങ്കിൽ 24 ഇഞ്ച് പലാസോ പാന്റ് ആണ് തയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് മെഷർമെന്റ് എടുക്കട്ടോ. ഇതിന്റെ ഒരു റൗണ്ട് അത് താഴെ വശത്തും ഈ മുകളിലും ഒക്കെ ആ ഒരു അളവ് തന്നെ ആയിരിക്കും. അതല്ല നമ്മള് സിഗരറ്റ് പാന്റ് പോലത്തെ പാന്റ് ഒക്കെയാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തൊടയുടെ വശത്തുള്ള ഒരു അളവ് ആദ്യം എടുക്കണം കേട്ടോ. ഈ ഒരു അളവ് എടുക്കണം. അതിൽ കൂടി 2 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ കൂട്ടിയിട്ട് വേണം കേട്ടോ അളവ് നമ്മൾ എഴുതാൻ. കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ എഴുതരുത്. അതേപോലെ തന്നെ ഈ ഒരു കാൽമുട്ടിന്റെ ഇവിടെയുള്ള ഒരു വണ്ണം നമ്മൾ അളവെടുത്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു മസിൽ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കാലിന്റെ ഈ ഒരു ഭാഗം, ഈ ഭാഗത്തുള്ള ഒരു അളവും കൂടി നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ അളവെടുക്കേണ്ടത് ഏറ്റവും താഴത്താണ്. ഏറ്റവും താഴെ വശത്ത് നമ്മൾ ഇവിടെ അളവെടുക്കുമ്പോൾ ഇവിടുത്തെ അളവ് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാല് നമുക്ക് കൊള്ളില്ല. ഈ പാന്റിന്റെ ഹോളിൽ കൂടി നമ്മളെ കാല് കൊള്ളണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഉപ്പൂറ്റിയുടെ ഈ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഈ മുകളിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതുവരെ നമ്മൾ ഇങ്ങനെ അളവെടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ഇവിടെ എനിക്ക് 12 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. കണ്ടോ, കറക്റ്റ് 12 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ താഴെ വശത്ത് അളവെടുക്കേണ്ടത്. ഈ അളവായിരിക്കും നമ്മളെ പാന്റിന്റെ ഈ ഒരു ഭാഗത്തെ അളവ് വരിക കേട്ടോ. ഇവിടെ എന്തായാലും ഒരു 6 ഇഞ്ച് അളവ് കൊടുക്കണം, അല്ലാതെ നമ്മളെ പാന്റ് നമുക്ക് കയറൂല. അല്ലെങ്കിൽ പിന്നെ ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പൊ നമ്മളെ ഏകദേശം എല്ലാ മെഷർമെന്റും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും ചോദിക്കാട്ടോ. അപ്പൊ നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാട്ടോ.
പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.